ഖൽബിനെ ജീവൻ ഉണ്ടാക്കാൻ അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അവരെ പോലെയുള്ള മഹത്തുക്കൾ, അല്ലാമ ഹജ്ജത്തുൽ ഇസ്ലാം പോലെയുള്ള ഹജ്ജത്ത് അബു ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള തസൗഫിന്റെ അർബാബുകൾ അല്ലെങ്കിൽ അതിന്റെ ഉലമാ ഒരുപാട് വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ ഖൽബിനെ ശുദ്ധിയാക്കാം. തെറ്റ് ചെയ്തവർക്ക് നന്നാവാൻ വകുപ്പുണ്ട്. തെറ്റ് സംഭവിച്ചു പോയവർക്ക് അള്ളാഹുലേക്ക് മടങ്ങാൻ അവസരമുണ്ട്. ഒന്നാമത്തെ രീതി നമുക്ക് എങ്ങനെ നമ്മുടെ ഖൽബിനെ നന്നാക്കിയെടുക്കാം അള്ളാഹുവിന്റെ മുമ്പിലേക്ക്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഒരു സമ്പത്തോ മക്കളോ ഇതൊന്നും നമുക്ക് അവിടെ ഉപകാരപ്പെടാൻ പോകുന്നില്ല. എന്തൊഴികെ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സുരക്ഷിതമായ ഹൃദയവുമായി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വന്നവരൊഴികെ. അവർക്ക് അവരുടെ മക്കളെ കൊണ്ട് ഉപകാരം ഉണ്ടാവും, അവർക്ക് അവരുടെ അസ്ഹാബിനെ കൊണ്ട് ഉപകാരം ഉണ്ടാവും. പക്ഷേ ഉപകാരപ്പെടണമെങ്കിൽ ആര് വരണം? ഖൽബിൻ സലീം, ഹാർട്ട് ശരിയാവണം. അത് ശരിയായവ നമ്മുടെ വാക്കുകൾ ശരിയാവും. ഹാർട്ട് ശരിയായാൽ നമ്മുടെ പെരുമാറ്റം ശരിയാവും. ഖൽബ് ശരിയായാൽ നമ്മുടെ സ്വഭാവം നന്നാവും. എല്ലാത്തിന്റെയും ഉറവിടം ഹൃദയമാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഫിൽ ജസദി മുദ്ഗതൻ ഇദാ സുലഹത് സുലഹൽ ജസദു കുല്ലു. ശരീരം മുഴുവനും ശരിയാവും ഒരവയവം ശരിയായാൽ. അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൽബാണ് നമ്മുടെ നോട്ടം, നമ്മുടെ ഹൃദയത്തിനനുസരിച്ചാണ് നമ്മളൊരു കാര്യത്തെ വീക്ഷിക്കുന്നത്, നമ്മളൊരു വിഷയത്തെ നിരൂപിക്കുന്നത്, നമ്മളൊരു വിഷയത്തെ സമീപിക്കുന്നത്, ഒരു വിഷയം പഠിക്കുന്നത്. ഖൽബ് എങ്ങനെയുണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ വാക്കുകൾ, നമ്മുടെ പെരുമാറ്റം, നമ്മൾ എഴുതിവിടുന്നത്, നമ്മൾ അപ്ലോഡ് ചെയ്യുക ഒക്കെ മനുഷ്യന്റെ ഖൽബാണ് പറയുന്നത്. ഒരു മനുഷ്യൻ പറയുന്ന ദുഷിച്ച വാക്കുകൾ ദുഷിച്ച മനസ്സാണ് പുറത്തു വരുന്നത്. ദുഷിച്ച പദപ്രയോഗങ്ങൾ ആ മനുഷ്യന്റെ ഉള്ളിലെ മാലിന്യമാണ് പുറത്തു വരുന്നത്. ദുഷിച്ച രീതിയിൽ കാര്യങ്ങൾ പറയുന്നത് ഇതൊക്കെ ഖൽബിന്റെ പ്രകടനങ്ങളാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് ഖൽബ് മോശമായാൽ എല്ലാം മോശമായി, അത് നന്നായാൽ എല്ലാം നന്നായി. അപ്പോ മിലാഖുൽ അംരി കുല്ലി, എല്ലാറ്റിന്റെയും അതിന്റെ ആക്സിസ്, അതിന്റെ താങ്ങി നിർത്തുന്നത് ഹൃദയമാണ്. അല്ലാഹു സലീമായ സുരക്ഷിതമായ ഖൽബ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. അല്ലാഹുവിന്റെ വചനം ഉപകാരപ്പെടുന്നത് ആർക്കാണോ ജീവനുള്ള ഹൃദയമുള്ളത്, ജീവുള്ള ഹൃദയമുള്ളത് അവർക്കാണ്. അപ്പോ പാപങ്ങൾ ചെയ്താൽ ഖൽബിന്റെ ജീവൻ നഷ്ടപ്പെടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പരിശുദ്ധമായ ഹദീസിൽ കാണാൻ പറ്റും. ചില ആളുകൾ പാപങ്ങൾ ചെയ്യുക കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൽബിന് കറുത്ത പാടുകൾ വെക്കുമെന്നാണ്. കറുത്ത പാടുകൾ. ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതീഅതൻ നുകിതത് ഫീ ഖൽബിഹി നുക്തതുൻ സൗദാ. ഒരു തെറ്റ് ചെയ്താൽ ഖൽബിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നതാണ്. അത് പക്ഷെ ലെൻസ് നോക്കിയാൽ കാണൂല, ഡോക്ടർമാർക്ക് കാണാൻ പറ്റൂല. നുകിതത് ഫീഹി നുക്തതുൻ സൗദാ. കണ്ണുകൊണ്ടൊരു ഹറാമിലേക്ക് ഒരു നോട്ടം നോക്കി, കാണാൻ പാടില്ലാത്തത് കണ്ടു, കേൾക്കാൻ പാടില്ലാത്തത് കേട്ടു, പറയാൻ പാടില്ലാത്തത് പറഞ്ഞു, ചിന്തിക്കാൻ പാടില്ലാത്തത് ചിന്തിച്ചാലോചിച്ചിങ്ങനെ നടന്നു. ഇതൊക്കെ നടക്കുമ്പോ ഖൽബിലേക്ക് കറുത്ത പുള്ളികൾ ഇങ്ങനെ വീഴാണ്. ഹൃദയം ഒരു കണ്ണാടി ചില്ല് പോലെ എന്നാ പറയാ, അതിന്റെ ഉള്ളിലേക്ക് കറുത്ത ഡോട്ടുകൾ ഇങ്ങനെ വീടുകൊണ്ടിരിക്കും. ഇങ്ങനെ വീണ് 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 ഫയ്യു ഖൽബിൻ ഫഇദാ ഹുവ നസഅ വസ്തഗ്ഫറ വതാബ സഖല ഖൽബു. ഒരു മനുഷ്യൻ ആ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുകയും അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അള്ളാഹുവേ നീ എനിക്ക് മാപ്പ് തരയണമേ എന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലുകയും വതാബ, ഇനി ഞാനിത് ചെയ്യൂല പടച്ചവനെ എന്ന് അള്ളാഹുവിന് പ്രോമിസ് ചെയ്ത് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്താൽ സഖല ഖൽബുഹു, ആ ഖൽബ് ശുദ്ധിയാവും. ഇല്ലെങ്കിൽ അവിടെ ഡോട്ടുകൾ വീണുകൊണ്ടേയിരിക്കുകയാണ്. വഇൻ ആദ സീദ ഫീഹാ, വീണ്ടും തെറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും വീണ്ടും കറുത്ത പാടുകൾ കൽബിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. ഹത്താ തഅലു ഖൽബ, അവന്റെ ഹൃദയത്തിന്റെ മുകളിൽ മുഴുവൻ കറുത്തതായിട്ട് മാറും. വഹുവ റാൻ, അതിനെ സംബന്ധിച്ചാണ് ഖുർആൻ റാൻ എന്ന് പറഞ്ഞത്. കല്ലാ ബൽ
റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ ചെയ്യുന്ന കർമ്മങ്ങൾ കാരണത്താൽ, അവർ ചെയ്ത ദുഷ്പ്രവർത്തനം കാരണത്താൽ ഹൃദയങ്ങൾക്ക് മേൽ കറുത്ത പാടുകൾ വീണ് ഹൃദയം ഇരുണ്ടുപോയിരിക്കുന്നു. ഇപ്പൊ ഖൽബ് ഇരുണ്ടുപോകുന്നത് തെറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പൊ അതിന്റെ ജീവൻ നഷ്ടപ്പെടും. അതിന്റെ സർഫേസ് ആകെ കവറായി പോയി, ബ്ലാക്ക്, ടോട്ടലി ബ്ലാക്ക് ആണ്. അല്ലാഹു തആല നമ്മുടെ ഖൽബിനെ നന്നാക്കി തരട്ടെ. അപ്പൊ ആദ്യം ചെയ്യേണ്ട ഒരു പണി ഇസ്തിഗ്ഫാർ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങലാണ്, പശ്ചാത്തപിക്കുക. കുല്ലു ബിനി ആദമ ഖത്താ, മനുഷ്യന്മാരൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്, ആരും പെർഫെക്റ്റ് അല്ല. there is no one perfect after മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ മഅസൂമാണ്. അത് കഴിഞ്ഞ അവിടുത്തെ സുദ്ദീഖീങ്ങളായ അസ്ഹാബുകൾ. പിന്നെ ബേക്കോട്ട് വരുന്തോറും കുറഞ്ഞു വരുന്ന കാലമാണ്. പിറകോട്ട് വരുന്തോറും കഴിഞ്ഞ ജനറേഷനേക്കാൾ മോശപ്പെട്ടതാണ് ഇത്, ഇനി വരാനുള്ള ജനറേഷനേക്കാൾ കുറച്ച് മെച്ചമാണ് ഇത്, നമ്മളെക്കാൾ മോശപ്പെടാൻ അടുത്ത് വരുന്ന അതിലും മോശം കാലഘട്ടങ്ങൾ അങ്ങനെയാണ്. കുല്ലു ബിനി ആദമ ഖത്താ, എല്ലാ ആദമിന്റെ സന്തതിയും തെറ്റ് ചെയ്യുന്നവരാ. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. അല്ലാഹു നമുക്ക് തൗബ ചെയ്യാനുള്ള മനസ്സ് തരട്ടെ. അല്ലാഹു തൗബ ചെയ്യാനുള്ള മനസ്സ് തരട്ടെ. നമ്മൾ അങ്ങനെ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാം, നമുക്കും ചോദിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടിയും ചോദിക്കാം. അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാം. ഖൽബ് ശുദ്ധമാവും, ഖൽബിന് ജീവൻ കിട്ടും. ഇസ്തിഗ്ഫാർ പതിവാക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹ്. വെറുതെ നടക്കുമ്പോൾ മിണ്ടാതെ നടക്കണ്ട. എന്ത് ചെയ്യുക? നാവിൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം. വലിസാനുഹു റത്ബുൻ ബിദ്ദിക്രി, അല്ലാഹുവിന്റെ സ്മരണ കൊണ്ട് നാവ് ഇങ്ങനെ നനയണമെന്നാണ്. പെണ്ണുങ്ങൾ വീട്ടിൽ ജോലി ചെയ്യാണ്, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. വെറുതെ ഇങ്ങനെ ഉണ്ടായിരിക്കണ്ട. വിസാരിക്കുകയാണെങ്കിൽ നല്ലത് പറയാ, മിണ്ടാതിരിക്കണ്ട. എന്ത് ചെയ്യുക? ആ സമയം അല്ലാഹുവിനെ പറ്റി ഓർക്കുക, നാവിൽ ദിക്ർ ചൊല്ലുക. അങ്ങനെ നന്മകളായി വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഒരുപാട് നന്മകളാവും. നാളെ അവിടെ ചെല്ലുമ്പോൾ അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ ഞാൻ ഇത്രക്ക് ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ലല്ലോ, ഒരുപാട് ലാഭായി എന്ന് അവിടെ ചെല്ലുമ്പോൾ ബോധ്യപ്പെടും. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തെ ഒരാൾ ചീത്ത പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരു ഭയങ്കര അമേസിംഗ് ആൻസർ, വളരെ അത്ഭുതകരമായൊരു മറുപടി ഉണ്ട്. എന്തോ ഒരു മഹാൻ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു, അവരെ ചീത്ത പറഞ്ഞു. പിന്നെണ്ട് ബാക്കിയുള്ളവരൊക്കെ മനുഷ്യന്മാരാരെങ്കിലും വിടോ? ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്ത്, നീ എന്നെ ആക്ഷേപിച്ചില്ലേ, നീ ആ പറഞ്ഞ കുഴപ്പം എനിക്കുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. അതല്ല, നീ ആ പറഞ്ഞത് എന്നിലില്ലാത്തത് നീ വെറുതെ എന്നെ നാണം കെടുത്താൻ വേണ്ടി നീ പറഞ്ഞുണ്ടാക്കിയതാണെങ്കിൽ അള്ളാഹു നിനക്ക് പുറത്തു തരട്ടെ. എന്തോ ഒരു മനോഹരം. ചീത്ത പറഞ്ഞാട് വിട്ടുപോയിട്ട് പറയാൻ, നീ ഒരുപാട് പറഞ്ഞില്ല എന്നെ പറ്റി, അതൊക്കെ ശരിയാണെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. അത് എന്റെ തെറ്റാണ്, ഞാൻ ചെയ്തു പോയ പാപമാണ്, എനിക്ക് അള്ളാഹു പുറത്തു തരട്ടെ. ആ പറഞ്ഞ കുഴപ്പമൊന്നും എനിക്കില്ല, നീ വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണെങ്കിൽ അത് നിനക്ക് അള്ളാഹു പുറത്തു തരട്ടെ എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളുടെ മനസ്സ് അങ്ങനെ വിശാലമാണെന്നാണ്. ഈമാൻ നഷ്ടപ്പെടുമ്പോഴാണ് മനസ്സ് ഇങ്ങനെ ചുരുങ്ങി മനുഷ്യൻ വളരെ സങ്കുചിതമായി ചിന്തിക്കാൻ തുടങ്ങുന്ന കാലമാണിത്. വളരെ സങ്കുചിതമായി ഒരു റൂമിന്റെ ഉള്ളിലാണ് മനുഷ്യരിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഓരോന്ന് പഠിച്ചുവിടുക, റൂമിന്റെ ഉള്ളിൽ നിന്ന് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി പഠിക്കുകയാണ്. അങ്ങനെ മനുഷ്യൻ സങ്കുചിതമായി കൊണ്ടിരിക്കുക. വിശാലമായ ഖൽബ് മുഅ്മിനിന്റെ ലക്ഷണമാണ്. ഇസ്തിഗ്ഫാർ ചെയ്യുക. നമുക്കും നമ്മുടെ ശത്രുക്കൾക്കും ഒക്കെ ഇസ്തിഗ്ഫാർ ചെയ്യുക. അവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ-മുബാദറത്തു ഇലൽ ഇസ്തിഗ്ഫാർ, ഖൽബിന് ജീവൻ കിട്ടുന്ന. കാരണം ഈ ഡോട്ടുകൾ വന്നാൽ, തെറ്റുകൾ സംഭവിച്ചു പോയാൽ ഖൽബ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മരണത്തിൽ നിന്ന് ഖൽബിനെ മോചിപ്പിക്കണമെങ്കിൽ ആ കറുത്ത പാടുകൾ അവിടെ നിന്ന് ഒഴിവാക്കണം. അതിന് ഒന്നാമത്തെ ചികിത്സ, ട്രീറ്റ്മെന്റ് നമ്പർ 1, ഒന്നാമത്തെ ചികിത്സ അതിന് അൽ-മുബാദറത്തു ഇലൽ ഇസ്തിഗ്ഫാർ, പാപമോചനം ചോദിക്കുക അള്ളാഹുവിനോട്. പുറത്തു തരാൻ വേണ്ടി പറയാം റബ്ബിനോട്. നമ്മൾ ചോദിക്കാറുണ്ടോന്നാ? നമുക്ക് തിരക്കായിട്ട് ആകെ തിരക്കാണ്, അള്ളാഹുവിനോട് പുറക്കലിനെ ചോദിക്കാൻ പോലും നേരം കിട്ടണില്ല എന്നതാണ് വലിയ വിഷയം. പഠിച്ചവനെ ഒന്ന് പുറത്തു തരണം റബ്ബേ, എനിക്ക് മാപ്പ് തരണേ എന്ന് റബ്ബിനോട് ചോദിക്കുന്ന. അള്ളാഹു പുറത്തു തരട്ടെ, അള്ളാഹു പുറത്തു തരട്ടെ, അള്ളാഹു പുറത്തു തരട്ടെ. രണ്ടാമത്തേത്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് ബോധം ഉണ്ടാവുക. ഖൽബിന് ജീവൻ കിട്ടും. അള്ളാഹുവിന്റെ റഹ്മത്ത് വിശാലമാണ്. അള്ളാഹു വലിയ കാരുണ്യവാനാണ്. തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് തെറ്റ് ചെയ്യാനുള്ള പ്രേരണയല്ലേ ഇത്? കാരണം ഈമാനുള്ള മുഅ്മിനീങ്ങളോടാണ് നമ്മൾ സംസാരിക്കുന്നത്, എന്നല്ലാതെ കള്ളുടിയന്മാരോട് പോയിട്ടല്ലേ പറയുന്നത്. അള്ളാഹു റഹ്മാനുള്ള, എന്നാ പിന്നെ ഞാൻ കള്ളുടിച്ച് കടന്നോട്ടെ, പഠിച്ചാൻ പുറത്തരൂലേ? അങ്ങനെയല്ല. അള്ളാഹുവിനെ പറ്റി ബോധമുള്ള, പേടിയുള്ള, ഭയപ്പാടുള്ള ആളുകളോട്, അവരോടാണ് നമ്മൾ ഈ പറയുന്നത്. എന്ത്? അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറ്റി ബോധം ഉണ്ടാവുക. നമ്മൾ നിരാശപ്പെട്ടു പോവണ്ട. നന്നാവാനുള്ളൊരു ബോധം അള്ളാഹു ഖൽബിൽ തന്നില്ലേ? എനിക്ക് ഇങ്ങനെയൊന്നും ആയാൽ പോരാ, ഒന്ന് നന്നാവണമെന്ന്
ആ തോന്നൽ അള്ളാഹു തരുത്തിയതാണ്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു ഇൽഹാമാണത്, അള്ളാഹു തന്നൊരു സഹായമാണത്. അതിന് അള്ളാഹുവിനെ സ്തുതിക്കുക. പിന്നെ എന്റെ റബ്ബെനിക്ക് പുറത്തു തരും, അള്ളാഹു തൗബ ചെയ്യുന്നവരെ സ്വീകരിക്കുമല്ലോ, അള്ളാഹു ഔദാര്യവാനാണ് എന്ന ചിന്ത മനസ്സിലുണ്ടാവുക. മനുഷ്യന്മാരാണ് പുറത്തു തരാത്തത്. മനുഷ്യന്മാര് മാപ്പയ്യൂല. മനുഷ്യനെ പിടിച്ച് ക്രൂശിക്കും, മരണം വരെ ക്രൂശിക്കും. ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്ത ഒരു തെറ്റിനും മരണം വരെ മനുഷ്യനെ വേട്ടയാടുന്ന ആളുകളുണ്ടാവും. മരിക്കണവരെ മനുഷ്യൻ പുറത്തു കൊടുക്കൂല. പുറത്തു കൊടുക്കുന്ന ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ്, അത്തരക്കാരായ ആളുകൾ വർദ്ധിക്കണം. എന്നാൽ പുറത്തു കൊടുക്കാത്തവരുണ്ട്, കടുത്ത മനസ്സുള്ളവരുണ്ടാവും. കൽബൊക്കെ കല്ല് പോലെ ഉറച്ചുപോയി എന്ന് ഖുർആൻ പറഞ്ഞില്ലേ. കല്ലുകൾക്ക് പോലും കരച്ചിലുള്ള കല്ലുകളുണ്ട്, കല്ലുകളിൽ നിന്ന് വെള്ളം ഒഴുകാറുണ്ട്. മിൻ ഖശിയത്തില്ല, അള്ളാഹുവിനെ പേടിച്ച്. കല്ലുകൾ ഉരുണ്ട് താഴെ വീഴാറുണ്ട്, മിൻ ഖശിയത്തില്ല, അള്ളാഹുവിനെ പേടിച്ച്. അങ്ങനെയൊന്നും പേടിയില്ലാത്ത കൽബുള്ള മനുഷ്യരുമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള വിഷയമാണ്. അള്ളാഹുവിനെ പറ്റി ഓർമ്മ വരേണ്ടത് ഇതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وهو الذي يقبل التوبة عن عباده ويعفو عن السيئات ويعلم ما تفعلون. الله وهو الذي الله يقبل التوبة عن عباده. അള്ളാഹുവിന്റെ അടിമകൾ തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു അത് സ്വീകരിക്കും. പശ്ചാത്തപിച്ചാൽ അള്ളാഹു സ്വീകരിക്കും. ഖൽബിന്റെ ഉള്ളിൽ നിന്നാണ് പശ്ചാത്താപം വരുന്നത്, ഖൽബിന്റെ ഉള്ളിൽ നിന്നാണ്. റബ്ബേ നീ മാപ്പ് തരണം. നമ്മൾ നിസ്സാരമായി കാണുന്ന വിഷയങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് വലുതായിരിക്കും. ഖൽബിന്റെ ഉള്ളിൽ നിന്ന് പശ്ചാത്താപം വരുന്നവരെ അള്ളാഹു സ്വീകരിക്കും. വയഅഫു അനിസ്സയ്യിആത്ത്, ചെയ്തുപോയ തെറ്റുകളൊക്കെ അള്ളാഹു മാപ്പ് തരും. വയഅലമു മാ തഫഅലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അറിയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ട അള്ളാഹു ഇതൊന്നും കാണുന്നില്ല എന്ന്. അള്ളാഹുവിനെ മറച്ചു പിടിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ലല്ലോ. വയഅലമു മാ തഫഅലൂൻ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ അള്ളാഹ്ക്ക് അറിയാം. തൗബ ചെയ്യുന്നവരെ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു തആല മാപ്പും ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നതൊക്കെ എനിക്കറിയും കേട്ടോ, അതുകൊണ്ട് മാപ്പ് ചോദിച്ചോളൂ. അതാണ്, നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്, മാപ്പ് ചോദിച്ചോളൂ.